ബഹുമാന്യരെ, ഇതിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ താഴെ പേരെഴുതിയിട്ടുള്ള ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ഞാൻ തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴെ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, പിന്നെ KP അനൂപ്, ഇദ്ദേഹമാണ്, മഹേഷ് പൗലോസ്. ഞങ്ങളെല്ലാവരും ഈ ഹൃദയ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളാണ്. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഹൃദയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപീകൃതമായി ഏതാണ്ട് 3 വർഷത്തിൻ്റെ ഉള്ളിൽ ശ്രദ്ധേയമായ ഏതാനും കാര്യങ്ങൾ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ നമ്മൾ തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ 365 ദിവസവും അവിടെ വരുന്ന രോഗികളിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്ത് അയാളുടെ ഡയാലിസിസ് സൗജന്യമാക്കി കൊടുക്കലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ ചടങ്ങിൽ വെച്ചാണ് അത് ആരംഭിച്ചത്. അതിനുശേഷം പിന്നെ അന്തിക്കാട് കേന്ദ്രീകരിച്ച് ബുദ്ധിമാന്യമുള്ള കുട്ടികളെ, ഏതാണ്ട് 100-ലധികം കുട്ടികൾ താമസിച്ച് അവിടെ പഠിക്കുന്ന അന്തിക്കാടുള്ള സാന്ത്വനം എന്ന് പറയുന്ന സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ അവാർഡ് ഇനത്തിൽ അവർക്ക് നൽകി അവർക്കൊരു പിൻബലം, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 ലക്ഷം രൂപ ഞങ്ങൾ അവാർഡായിട്ട് കൊടുത്തത് പെരിങ്ങണ്ടൂരുള്ള അവിടുത്തെ പോപ്പ് പോൾ മേഴ്സി ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ്. അവിടെ 3-4 ഗണങ്ങളിലായിട്ട് എയ്ഡ്സ് രോഗികളെ താമസിപ്പിച്ച് ചികിത്സിച്ച് പോകുന്ന ഒരു ഭാഗം, ക്യാൻസർ രോഗികളെ പരിപാലിക്കുന്ന മറ്റൊരു കേന്ദ്രം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികൾ 100-ൽ പരം കുട്ടികളെ താമസിച്ച് അവരെ പരിചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു 3-4 ഗണങ്ങളിലായിട്ട് 300-ൽ പരം പേരാണ് ഈ പോപ്പ് പോൾ മേഴ്സി ഹോമിൽ ഉള്ളത്. അതുകൊണ്ട് അവിടെ 1 ലക്ഷം രൂപ. അങ്ങനെ പഠനത്തിൽ മികവ് കാണിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പഠനോപകരണങ്ങൾ, അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരികയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രത്യേകിച്ച് ചാരിറ്റി ഇനത്തിലാണ് ഹൃദയ ഫൗണ്ടേഷൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. അത് ഏകദേശം അതേ ഗണത്തിൽപ്പെട്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിക്ക് ഹൃദയ ഫൗണ്ടേഷന്റെ ഒരു പുരസ്കാരം ഇപ്പം നൽകുന്നത്. 1/2 ലക്ഷം രൂപയും ഒരു ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഈ മാസം അവസാനത്തെ ആഴ്ചയിലെ, ഈ മാസം ലാസ്റ്റ് വീക്കില് നമ്മൾ തൃശ്ശൂർ ടൗണിൽ വെച്ച് തന്നെ നല്ലൊരു ചടങ്ങിൽ വെച്ച് വൈക്കം വിജയലക്ഷ്മിക്ക് 1/2 ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വൈക്കം വിജയലക്ഷ്മി സംഗീത രംഗത്തുള്ള മികവ് കാണിച്ചുള്ളൊരു പ്രതിഭയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായ ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടെന്നും നമുക്കൊക്കെ അറിയാം. അതെല്ലാം കൂടി പരിഗണിച്ചതിന്റെ വിദഗ്ധരുമായി ആലോചിച്ചിട്ടാണ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ നിങ്ങൾ പറയാം. ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം ലാസ്റ്റ് നമ്മൾ അത് ചെയ്യും. ഫണ്ടിങ് ഞങ്ങള് പുറമേ നിന്ന് ഒരു ഫണ്ട് കളക്ഷനും ഇല്ല. 1000 രൂപ വീതം മെമ്പർഷിപ്പ് ഇനത്തിലുള്ള സംഖ്യ കളക്ട് ചെയ്തിട്ട് ഏതാണ്ട് 1000-ഓളം പേര് ഇപ്പൊ ഈ സംഘടനയിലുണ്ട്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ 1 ലക്ഷം രൂപ വരെ എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ട്. 1 ലക്ഷം എടുത്തിട്ടുള്ളവരുണ്ട്, 50,000 എടുത്തിട്ടുള്ളവരുണ്ട്, 10,000, 5,000, 2,000 ഒക്കെ അടച്ചിട്ടുള്ളവരുണ്ട്. അവർ അവനാന്റെ കഴിവിനനുസരിച്ചിട്ട് ഫണ്ട് ഈ സംഘടനയിലേക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇത് നമ്മുടെ ഫൗസിയ കോംപ്ലക്സ് എന്ന് പറയുന്ന കാൽവരി റോട്ടിലെ ബിൽഡിങ്ങിൽ 2ാം നിലയിലാണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിന് ഓഫീസുണ്ട്.
അതിന് കമ്മിറ്റി ഉണ്ട്. ആ രീതിയിൽപ്പെട്ടൊരു കാര്യമാണ് ഇത്. സംഗീതത്തിനും പ്രത്യേകിച്ച് ചലച്ചിത്ര രംഗത്ത് വൈക്കം വിജയലക്ഷ്മിയുടെ സംഭാവനകളെ മാനിച്ച് അവരെ അംഗീകരിക്കലും കലകളെ അംഗീകരിക്കലും അംഗപരിമിതരായിട്ടുള്ള ആളുകളെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ദൂരവ്യാപകമായ ലക്ഷ്യം കൂടി ഈ സംഘടനയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾ എല്ലാവരും, എല്ലാ മാധ്യമങ്ങളും ഈ സംഘടനയോട് സഹകരിക്കണം. ഈ ഉദ്യമം വിജയിപ്പിച്ച് തരണം. അതിന് വേണ്ടത്ര വാർത്താ പ്രാധാന്യം, ഇതിന്റെ വാർത്തകൾ കാണുന്നവർക്ക് ഒരു പ്രചോദനം, കൂടുതൽ സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ച് അറിവും കഴിവും തൻ്റെ ഇടവും കണ്ണും കാതും എല്ലാം ഉള്ള നല്ല ആരോഗ്യമുള്ള മനുഷ്യര് വ്യാപരിക്കുന്ന മേഖലകളിൽ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ പോലും ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്തുകൊണ്ട് മാധ്യമങ്ങള് പരമാവധി ഈ കാര്യത്തിന് സപ്പോർട്ട്, പിന്തുണ തരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളും.